വേദിയിലെ മാനനീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, ആരാധ്യരായ നാട്ടുകാരെ, സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ രാജ്യത്തിനകത്തും പുറത്തും ഇന്ന് ഭാരതത്തിലെ ശ്രദ്ധാവിഷയമായ അഴിമതി എന്ന ദുർഭൂതത്തെ ഈ രാജ്യത്ത് നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കുന്നതിന് വേണ്ടി അതിലേക്ക് ജനശ്രദ്ധ ആകർഷിച്ച സമരം നടത്തിയ അന്നാ ഹസാരെജിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച വിഷയങ്ങൾ ആ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ വിജയം നേടുന്നത് വരെ ഇനിയും വേണ്ടി വന്നാൽ സമരരംഗത്ത് ഉറച്ചു നിൽക്കുന്നതിനുമൊക്കെ രാജ്യത്തിനകത്തും പുറത്തും ഇതുപോലുള്ള പരിപാടികൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീകൃഷ്ണപുരം താലൂക്കില് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ മുൻ പ്രഭാഷണത്തിൽ മുരളി സൂചിപ്പിച്ചതുപോലെ ഒരു അലങ്കുകാരന്റെ വാക്കിന് പോലും ചെവി കൊടുത്ത ഭരണകൂടങ്ങളെ സൃഷ്ടിച്ച നാടാണ് ഭാരതം. ഭാരതത്തിന് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് അവകാശപ്പെടാം. ഒരുപക്ഷെ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീഴുന്നതിന് മുൻപ് ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ആയിരിക്കാം എന്നല്ലാണ്. അങ്ങനെ ഒരുപാട് ശാസ്ത്ര നേട്ടങ്ങൾ ഭാരതത്തിനുണ്ട്. പക്ഷേ ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ശാസ്ത്ര നേട്ടങ്ങളുടെ പേരിലല്ല, ഭാരതത്തിന്റെ ധനധാന്യ സമ്പൽ സമൃദ്ധിയിലല്ല. ഇന്നത്തെ ദരിദ്രാവസ്ഥയൊന്നും ആയിരുന്നില്ല ഭാരതത്തിന് ഇന്നലെയിൽ. ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാജ്യമായിരുന്നു ഭാരതം. കാരണം വിദേശികളായ സായിപ്പന്മാരെ ഒരു നൂറ്റാണ്ടുകാലം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങിക്കാൻ സാധിച്ചവരാണ് നമ്മൾ. നമ്മുടെ സമൃദ്ധി കൊണ്ടാണ് ഇന്ത്യ തെരഞ്ഞ് സായിപ്പന്മാർ ഇവിടെ എത്തിയത്. അപ്പൊ ആ ധനധാന്യ സമ്പൽ സമൃദ്ധി കൊണ്ടല്ല ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നത്, മറിച്ച് ഇതൊരു ധർമ്മരാഷ്ട്രം എന്നതുകൊണ്ട്. ഈ രാഷ്ട്രത്തിന്റെ അടിത്തറ ധർമ്മത്തിലാണ്. ഈ രാജ്യം ഉണ്ടാക്കിയത് രാജാക്കന്മാരല്ല, പട്ടാളക്കാരല്ല, ഭരണഘടനയല്ല, മറിച്ച് ഈ രാഷ്ട്രം ജനിച്ചത് നിലനിൽക്കുന്നത് ധർമ്മത്തിലാണ്. ഇവിടെ ഓരോ ഭരണകർത്താവും അത് ജന്മം കൊണ്ട് രാജാവാകുന്നവരാണെങ്കിലും തെരഞ്ഞെടുക്കപ്പെടുന്നവരാണെങ്കിലും ആരാണെങ്കിലും ധർമ്മദണ്ഡിന് വിധേയമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ ധർമ്മദണ്ഡിനെ, ആ ദണ്ഡനം ഭയന്നുകൊണ്ട് അതിന് കീഴടങ്ങിയാണ് ഓരോ ഭരണകർത്താവും ജീവിക്കേണ്ടത് എന്ന സന്ദേശവുമാണ് ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ളത്. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു തന്നെ ഭൂമിയിൽ അവതരിച്ച് ശ്രീരാമചന്ദ്രനായും ശ്രീകൃഷ്ണ ഭഗവാനായും എല്ലാം ഈ ഭൂമിയിൽ ധർമ്മരക്ഷ നടത്തുമ്പോഴും അവർ ധർമ്മത്തിന് വിധേയരായിരുന്നു. ശ്രീരാമചന്ദ്രൻ എന്ന അയോധ്യാപതി, രഘുകുലാധിപൻ, അദ്ദേഹം വസിഷ്ഠന്റെ വാക്കുകൾക്കപ്പുറത്തേക്ക് ഒരു വരി പോലും, ഒരക്ഷരം പോലും നീങ്ങിയിരുന്നില്ല എന്നതിന് രാമായണം നമുക്ക് സാക്ഷ്യം നൽകുന്നു. ഇത്തരത്തിൽ ധർമ്മത്തിൽ ജനിച്ച് ധർമ്മത്തിലൂടെ മുന്നോട്ട് നീങ്ങി ധർമ്മത്തിന്റെ സന്ദേശം ലോകത്തിന് നൽകേണ്ട ധർമ്മരാഷ്ട്രമായ ഭാരതം ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും തലകറങ്ങി താഴെ വീടുപോയി. ദൈവമേ, ഇത് എത്ര പൂജ്യമാന്ന് ചോദിച്ചിട്ട് അഴിമതി കഥ മുന്നിലെത്തിയപ്പോ വായിക്കാൻ കിട്ടുന്നില്ല. പണ്ട് LP ക്ലാസ്സില് സ്ഥാനം തിരിച്ചെഴുതാൻ 1, 10, 100, 1000, 1,00,000, 10,000, ലക്ഷം, കോടി എന്നൊക്കെ പറഞ്ഞ് സ്ഥാനം തിരിച്ചെഴുതാൻ പറഞ്ഞ കണക്കില് അന്ന് പോലും നട്ടം തിരിയാത്ത സുപ്രീം കോടതി ശരിക്കു പറഞ്ഞാൽ തല കറങ്ങി താഴെ വീണു. ഇതെത്ര പൂജ്യമാണ് എന്ന് ചോദിച്ച് സുപ്രീം കോടതി തലകറങ്ങി വീണപ്പോ ഈ ഭാരതത്തിലെ 80% ഒരു ദിവസം $2 US പോലും വകയില്ലാത്തവരായി, നേരത്തെ പറഞ്ഞ പോലെ വയറ് മുറുക്കി കെട്ടാൻ ഒരു വയറ് പോലും ഇല്ലാതെ നിൽക്കുമ്പോഴാണ് 1486 ബില്യൺ അമേരിക്കൻ ഡോളർ കള്ളപ്പണമായി ഇന്ത്യയുടെ പല നേതാക്കളുടെയും പേരിൽ സ്വിസ് ബാങ്കിൽ കിടക്കുന്നത് എന്ന സത്യവും. അത്തരത്തിൽ ഒരുപാട് സത്യങ്ങൾ ഭാരത മനസ്സിനെ തൊട്ടുണർത്തി. 1757 ഏകദേശം ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുൻപ്, അല്ലെങ്കിൽ 1750-കൾക്ക് ശേഷം ഇന്ത്യ കീഴടക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരെ അത് തെറ്റാണെന്നറിഞ്ഞിട്ടും ആ സായിപ്പിന് മുന്നിൽ അമ്പരന്ന് നിന്ന ഭാരതം ഉടനെ തല്ലി ഓടിച്ചില്ല. കാരണം ശിശുപാലന്റെ 100 തെറ്റുകൾ ക്ഷമിക്കുമെന്ന് പറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാനാണ് അവർക്ക് വഴികാട്ടി. ശിശുപാലന്റെ 100 തെറ്റുകൾ ഞാൻ എണ്ണി പൊറുക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു. പക്ഷെ 100ാമത്തെ തെറ്റ് അത് പൊറുക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ സന്നദ്ധമല്ല എന്നുള്ളത് ശിശുപാലന്റെ കഥയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ ബ്രിട്ടീഷുകാരനെ നോക്കി ഗതികെട്ട ഭാരതം അവസാനം തല്ലി ഓടിക്കാൻ തക്ക അവസ്ഥയിലേക്ക് വളർന്നു. ഇതുപോലെ അല്പം സ്വല്പമൊക്കെ കണ്ട് 1947 ശേഷം ഇതുവരെ നന്നാകുമെന്ന പ്രതീക്ഷയിൽ ഇരുന്ന ഭാരതം, ആ ഭാരതീയർ
അവന്റെ മുഖത്ത് വീണ്ടും വീണ്ടും കാക്കരിച്ചു തുപ്പിക്കൊണ്ട് ചവിട്ടിക്കൊണ്ട് ഇവിടുത്തെ ഭരണകർത്താക്കള് പിഴിഞ്ഞു പിഴിഞ്ഞു പിഴിഞ്ഞ് നീരൂറ്റിയെടുത്ത കരിമ്പിൻ ചണ്ടിയാക്കി ഈ നാടിനെ മാറ്റുമ്പോ നേരത്തെ പറഞ്ഞ വയറ് മുറുക്കി കെട്ടാൻ വയറില്ലാത്തവൻ ഉണർന്നു. അവന്റെ പ്രതിനിധിയായി അണ്ണാ ഹസാരെ, അതിനു മുൻപ് ബാബ രാംദേവ് ജി 2 വർഷമായി അഴിമതിക്കെതിരായ സമരം ഭാരതം മുഴുവൻ നയിച്ചു കൊണ്ടുവരികയാണ്. അഴിമതിക്കെതിരായ ഒരു ജനമനസ് ബാബ രാംദേവ് ജി, ആധ്യാത്മികതയിൽ ഊന്നിയ ഒരു ജനമനസ് കഴിഞ്ഞ 2 വർഷമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊട്ട് ഉണർത്തിക്കൊണ്ടുവരികയാണ്. ആ ബാബ രാംദേവ് ജി, അണ്ണാ ഹസാരെ ജി തുടങ്ങിയവര് ഈ പാവപ്പെട്ടവന്റെ പ്രതിനിധിയായി സമരത്തെ നയിക്കാൻ തയ്യാറാണ്. ഈ സമയത്ത് ബാബ രാംദേവ് ജി ആണെങ്കിലും അണ്ണാ ഹസാരെ ആണെങ്കിലും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം, അതുപോലെ തന്നെ ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും പറഞ്ഞു പരത്തി ആ സമരത്തെ കണക്കിലെടുക്കണ്ട, തല്ലി ഓടിക്കണം. കാരണം അത് RSSകാരാണ് അതിന്റെ പിന്നിലുള്ളത്. ആ സമരത്തിന് പിന്നിൽ RSSകാരാണ്. ബാബ രാംദേവ് ജിയെ കൊണ്ട് സമരം ചെയ്യിക്കുന്നത് RSS ആണ്. അണ്ണാ ഹസാരെ ജിയെ കൊണ്ട് സമരം ചെയ്യിക്കുന്നത് RSS ആണ്. തെരശീലയ്ക്ക് പിന്നിൽ RSS ആണ്. അതിന്റെ പുറത്ത് കാണുന്ന മുഖമാണ് അണ്ണാ ഹസാരെ ജി. അണ്ണാ ഹസാരെ ജിയെ നമ്മൾ കേട്ടിരിക്കുന്നത് ഗാന്ധിയൻ എന്നാണ്. ഒരു ഗാന്ധിയൻ RSSന്റെ മുഖമായി കൊണ്ട് രാംലീല മൈതാനത്ത് നിരാഹാരം അനുഷ്ഠിക്കാൻ തയ്യാറായെങ്കിലും ഒട്ടും സംശയിക്കേണ്ട, ഇന്ന് ഗാന്ധിജി ജീവിച്ചിരുന്നു എങ്കിൽ ഒരു ഗാന്ധിയൻ അണ്ണാ ഹസാരെ ജി RSSന്റെ മുഖമായി സമരം ചെയ്യുന്നു എന്ന് പറയേണ്ട ഗതികേടുണ്ടായ കോൺഗ്രസുകാരൻ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. ഇന്ന് ഗാന്ധിജി ജീവിച്ചിരുന്നു എങ്കിൽ ഒരു സംശയവും വേണ്ട, ഭഗവത് പതാകയ്ക്ക് മുന്നിൽ വണങ്ങിക്കൊണ്ട് ആ സമരം നടത്തുക ഇന്ന് ഗാന്ധിജി ആയിരിക്കും. കാരണം സ്വന്തം പേര് ദുരുപയോഗം ചെയ്തിട്ട്, ഗാന്ധിജിയുടെ പേര് ദുരുപയോഗം ചെയ്ത് ഒരുപാട് ജി ഇവിടെ കേട്ടു നമ്മൾ. ഇന്ദിരാജി, സോണിയാജി, രാഹുൽജി, 2G, 3G, അങ്ങനെ ഒരുപാട് ജി കേട്ട് മടുത്തപ്പോ ഇതിൽ ഏത് ജിയെ പറ്റിയാ ജയ് പിടിക്കണമെന്ന് അറിയാതെ കോൺഗ്രസ്സുകാരും ബുദ്ധിമുട്ടുക. കാരണം 2G എന്ന് പറഞ്ഞപ്പോൾ അവൻ ഏറ്റുപിടിച്ചത് കീ ജയ്. കാരണം സോണിയാജിയുടെ വരാൻ പോകുന്ന പേരക്കുട്ടിയാണോ നിശ്ചല്ലോ, എല്ലാവരും ജയ് വിളിച്ചോളണം എന്നുള്ളതാണ്. അപ്പൊ ഈ 2G കേട്ടപ്പോൾ അങ്ങനെ എന്തോ ഒരു ജി ആണെന്ന് വിചാരിച്ചത് കീ ജയ് എന്ന് അതിനും വിളിച്ചോന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ 2Gക്കും 3Gക്കും ഒക്കെ ജയ് വിളിക്കുന്ന കോൺഗ്രസ്സുകാരൻ അറിയില്ല, സ്വന്തം പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഗാന്ധി ശിഷ്യരെന്ന് അഭിമാനിച്ചുകൊണ്ട് ഇത്രയും നെറികേടുകൾ കഴിഞ്ഞ 6.5 പതിറ്റാണ്ടായി ഈ ഭാരതാംബയ്ക്ക് മേൽ കാട്ടിക്കൂട്ടിയതിനെതിരെ സംശയിക്കേണ്ട, ഭഗവത് പതാകയ്ക്ക് മുന്നിൽ വണങ്ങിക്കൊണ്ട് ഗാന്ധിജി തന്നെ ഇന്നുണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലൊരു സമരം നടത്തുമായിരുന്നു എന്നുള്ളത് ഗാന്ധിജിയുടെ ജീവിതം പഠിച്ച ആർക്കും അറിയാം. പിന്നെ ഗാന്ധിയൻ RSSന്റെ മുഖമായി വരാതിരിക്കൂ? ഈ രാഷ്ട്രത്തെ പരംവൈഭവത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്, അതിൽ നിന്ന് ആശയവും ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് കൂടെ പ്രവർത്തിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് അഥവാ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾക്ക് ഈ നാട് അഴിമതിയിൽ മുങ്ങിത്താഴുമ്പോൾ ഇതിനെ പരംവൈഭവത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടപ്പോൾ ആദ്യം തുടച്ചു നീക്കേണ്ടത് അഴിമതിയാണ് എന്നതിന് നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ ഒരു ക്യാൻസർ പോലെ പടർന്നു പിടിച്ച ഈ ഭാരതത്തിന്റെ അഴിമതി, അത് ഓപ്പറേഷൻ നടത്തി മുറിച്ചു മാറ്റേണ്ടിടത്ത് മുറിച്ചു മാറ്റണം, കീമോ നടത്തേണ്ടിടത്ത് നടത്തിയിരിക്കണം. കാരണം അടി മുതൽ മുടി വരെ ഇത് ഗ്രസിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ബാബ രാംദേവ് ജിയെയോ അണ്ണാ ഹസാരെ ജിയോ ഒക്കെ തന്നെ പിന്തുണച്ചുകൊണ്ട് ആ ആർത്തുകൂടുന്ന ആൾക്കൂട്ടത്തിന് പിന്നില് അല്ലെങ്കിൽ അവർക്കുള്ള ആശയവും ആവേശവും കൊടുത്തുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആദർശം നിലനിന്നത്. തീർച്ചയായും ഇത് ഒഴിവാക്കാതെ ഭാരതത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്താ ഭാരതത്തിൽ ഇല്ലാത്തത്? വലിപ്പത്തിൽ 7ാം സ്ഥാനം, ജനസംഖ്യയിൽ 2ാം സ്ഥാനം, ധാതു സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതം, നിറയ്ക്കാനുള്ള ഒരു വയറു മാത്രമല്ല പ്രവർത്തിക്കാനുള്ള 2 കൈകളുമായി ഈ ഭൂമിയിൽ പിറന്നു വീണവരാണ് ഇവിടുത്തെ 115 കോടി ജനങ്ങൾ. ജനസംഖ്യ ഒരു ശാപമായത് കൊണ്ടല്ല ഭാരതം വീണ്ടും വീണ്ടും അധപ്പതനത്തിലേക്ക് നീങ്ങുന്നത്. ഈ നിറയ്ക്കാനുള്ള ഓരോ വയറിനും പ്രവർത്തിക്കാനുള്ള 2 കൈകളുണ്ട്. ധാതു സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമാണ് ഈ നാട്. ശരിക്കും ഈശ്വരൻ അനുഗ്രഹിച്ചൊരു നാട്. പക്ഷെ കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കൊണ്ട് നമ്മൾ അവിടെ എത്തി. ഈ നാടിനെ നീരൂറ്റിയ കരിമ്പിൻ ചണ്ടി പോലെ ആക്കി മാറ്റിയ ബ്രിട്ടീഷുകാര്, ഇന്ത്യയുടെ പണം കൊണ്ടാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ബ്രിട്ടീഷുകാർ പടുത്തുയർത്തിയത് നമുക്കറിയാം. ഇന്ത്യയുടെ പണം ഒന്ന് മാത്രമാണ് ബ്രിട്ടനെ നയിച്ചത്. പക്ഷെ എന്നിട്ടും അങ്ങനെ നീരൂറ്റി കുടിച്ചിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ 4000 പവൻ ഇന്ത്യയുടെ ബജറ്റില് ഇന്ത്യയുടെ ഖജനാവിന് മിച്ച പണമാക്കിക്കൊണ്ടുള്ള ഒരു ഖജനാവാണ് പിന്നീട് വന്ന നെഹ്റു ഗവൺമെന്റിനെ ഏൽപ്പിച്ചുകൊണ്ട് അവർ സ്ഥലം വിട്ടത്. അവർ ഇങ്ങനെയൊക്കെ ഊറ്റി കുടിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ നീരൂറ്റി കുടിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താ? ഈ 6.5
പതിറ്റാണ്ട് കൊണ്ട് എവിടെ എത്തിച്ചു? ഇന്ത്യ വിദേശ രാജ്യങ്ങൾക്ക് തിരിച്ചടയ്ക്കാനുള്ള ആകെ കടത്തിന്റെ 13 ഇരട്ടി കള്ളപ്പണം സ്വിസ് ബാങ്കുകളിലുണ്ട്. ഇന്ത്യയുടെ ആകെ വിദേശ കടത്തിന്റെ 13 ഇരട്ടി. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ലക്ഷക്കണക്കിന് രൂപയുടെ കടവും പേര് ജനിക്കുന്നു. കടത്തിൽ ജനിച്ച് കടത്തിൽ വളരുന്നവനായിട്ട് ആത്മവിശ്വാസമില്ലാതെ അന്തസ്സില്ലാതെ ജീവിക്കേണ്ടവനായി നമ്മളെ മാറ്റിയതാണ്. ഈ രാജ്യത്തിന്റെ സർവ്വ പുരോഗതിയുടെയും ക്രെഡിറ്റ് കോൺഗ്രസ്സുകാരനുള്ളതാണ്. എട്ടുകാലി മമ്മൂഞ്ഞയെ പോലെ മതേതരത്വം അതിന്റെ ആളും ഞമ്മളാണ്. ഇവിടെ മതേതരത്വം ഒന്നും ഉണ്ടെങ്കിൽ അതിന്റെ ആളും ഞമ്മളാണ്. സോഷ്യലിസം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ആളും ഞമ്മളാണ്. ഇവിടെ മറ്റേ ഇവിടുത്തെ തീവണ്ടി പാത കണ്ട നീളം കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആളും ഞമ്മളാണ്. ഭാരത മാനവ ശക്തിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ ആളും ഞമ്മളാണ്. ഇങ്ങനെ പണ്ട് മീനാക്ഷിയുടെ ഗർഭത്തിന്റെ ആളും ഞാൻ. മീനാക്ഷി മനക്കിലെ ആനയാണ്. മനക്കിലെ ആനയുടെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം വരെ ഞാനാണ് എന്ന് ഏറ്റെടുത്ത എട്ടുകാലി മമ്മൂഞ്ഞയെ പോലെ ഈ നാടിന്റെ സർവ്വ പുരോഗതിക്കും ആസ്ഥാനം അടിസ്ഥാനം ഞങ്ങളാണെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരോടൊന്ന് ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്വിസ് ബാങ്കിൽ കിടക്കുന്ന 1486 കോടി രൂപയുടെ കള്ളപ്പണത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാം? ഇവിടെ അടിമുടി ബാധിച്ചിരിക്കുന്ന അഴിമതിയുടെ ഉത്തരവാദിത്വം ആർക്കാം? ധർമ്മരാഷ്ട്രമാകേണ്ടിയിരുന്ന രാമരാഷ്ട്രമാകേണ്ടിയിരുന്ന ഭാരതത്തിൽ നിന്ന് രാമസങ്കല്പം തുടച്ചു നീക്കാൻ പരിശ്രമിച്ച കോൺഗ്രസിന് ധർമ്മരാഷ്ട്രം എന്ന സങ്കല്പവും അവർക്ക് തുടച്ചു നീക്കണമായിരുന്നു. അവർക്ക് പറയാൻ കഴിയോ ഈ അഴിമതിയുടെ ഉത്തരവാദിത്വത്തിൽ ഞങ്ങൾക്ക് അല്ലാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടെന്നുള്ളത്? ഈ പുരോഗതിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനേക്കാൾ മുൻപ് അവർ ഏറ്റെടുക്കേണ്ടത് ഈ നാടിനെ അടിമുടി അഴിമതിയിൽ കുളിച്ച് ഇവിടുത്തെ പുരോഗതിയെ ഒന്നുമല്ലാതെ തടഞ്ഞു നിർത്തിയതിന്റെ ഉത്തരവാദിത്വവും അവർക്കാണ്. നമ്മൾ എവിടെ എത്തണമായിരുന്നു ചിന്തിച്ചു നോക്കുക. 1945 ആറ്റം ബോംബ് സ്ഫോടനത്താൽ നാമാവശേഷമായ ഹിരോഷിമയും നാഗസാക്കിയും ഉണ്ടായിരുന്ന ജപ്പാൻ ഒരുപക്ഷെ ശ്മശാന ഭൂമിയാക്കി മാറ്റിയ ചാരം കൊണ്ട് മൂടിയ ജപ്പാൻ, ചാരത്തിൽ നിന്ന് പറന്നുയരുന്ന ഫിനിക്സ് പക്ഷി എന്നതുപോലെ പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് വേട്ടയാടിയിട്ട് ജപ്പാൻ വളർന്നു. ഏഷ്യയിലെ 1ാം നമ്പർ ശക്തിയായിട്ട്, വ്യാവസായിക ശക്തിയായിട്ട്, സാമ്പത്തിക ശക്തിയായിട്ട് ജപ്പാൻ വളർന്നു. തങ്ങൾക്ക് മേൽ ആറ്റം ബോംബിട്ട് അമേരിക്കയ്ക്ക് മുന്നിൽ നിവർന്നു നിൽക്കാൻ ജപ്പാന് സാധിച്ചു. അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ ഒരുപിടി ചാരമായപ്പോ ആദ്യമായിട്ട് ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് ജപ്പാൻ മധുരമായ പ്രതികാരം കിട്ടി. തങ്ങളുടെ വളർച്ച എന്താ എന്ന് കാണിച്ചു കൊടുത്തു. 45 നാമാവശേഷമായ ജപ്പാൻ എങ്ങനെ ഉണർന്നെഴുന്നേറ്റു? 1948 ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്താൽ മാത്രം രൂപം കൊണ്ട ഇസ്രായേൽ എന്ന രാജ്യം ചുറ്റുമുള്ള 10-12 ശത്രുരാഷ്ട്രങ്ങൾക്കിടയിൽ എന്നും യുദ്ധങ്ങളും തീവ്രവാദ ഭീഷണികൾക്കും നിലവിൽ നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ട് സൈനികമായിട്ട് ഇസ്രായേൽ വളരുകയായിരുന്നു. ചുറ്റുമുള്ളവർക്ക് തൊടാൻ സാധിക്കാത്ത അത്രയും ഉയരത്തിലേക്ക് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഓടിക്കൂടിയവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഇസ്രായേൽ എന്ന രാജ്യം വെറും UN ചാർട്ടർ പ്രകാരം മാത്രം ഉണ്ടാക്കിയ ആ രാജ്യം എല്ലാവിധ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് അവർ വളർന്നു. ഇന്ത്യക്കൊപ്പവും ഇന്ത്യക്ക് ശേഷവും സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും നമ്മളെക്കാൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ ദൈവം അനുഗ്രഹിച്ച എല്ലാം ഉണ്ടായിട്ടും എന്തേ കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോയത്? അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ദീർഘകാലം രാജ്യം ഭരിച്ച കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അതിന്റെ ഏറ്റവും അവസാനമായി നേരത്തെ പറഞ്ഞ പോലെ AICC സമ്മേളനമോ ക്യാബിനറ്റ് മീറ്റിംഗുകളോ ഒക്കെ തീഹാർ ജയിലിൽ നടത്തത്തക്ക വിധത്തിലേക്ക് നേതാക്കൾ ഒന്നൊന്നായി പോകുമ്പോഴും പോകേണ്ടവർക്ക് യാതൊരു കൂസലുമില്ല. പോകേണ്ടവരല്ല പോകുന്നത്, ബിനാമിമാരെ, കാര്യസ്ഥന്മാരെ, അവരെ പോകുന്നുള്ളൂ. ചെയ്യിക്കുന്നവരിപ്പോഴും പുറകിൽ സമർത്ഥമായി നിൽക്കുന്നു. ചെയ്യിക്കുന്നവർക്ക് നേരെ വിരല് ചൂണ്ടാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ അന്വേഷണത്തിന് വേണ്ടിയാണ്. വേണ്ടപ്പെട്ടവരുടെ നേരെ ഇപ്പോഴും നീങ്ങുന്നില്ല. 2Gയും 3Gയും പലതും പറഞ്ഞ് രാജാമാര് അകത്തായി. റാണിയെ പറ്റിയോ? രാജാകത്തായി, പക്ഷെ റാണിയെ പറ്റി രാജ്യം ചിന്തിക്കുന്നില്ല. പ്രധാനമന്ത്രിക്ക് നേരെ പല വിരലുകളും നീങ്ങുന്നു. നേരത്തെ പോലെ പല അന്വേഷണങ്ങളും തെളിയുന്നത് ചെന്നെത്തുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കാ. പക്ഷെ പാവയ്ക്ക് നേരെ വിരല് ചൂണ്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ പാവക്കൂത്തുണ്ട്. പാവയ്ക്ക് നേരെ വിരല് ചൂണ്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? പാവയുടെ ചരടിരിക്കുന്നയാൾ തലശ്ശേരിക്ക് പുറകിലുണ്ട്. ആ ചരടിരിക്കുന്നയാളുടെ നേരെ പോകുന്നില്ല. ചരടിരിക്കുന്നയാൾ ഇപ്പോഴും എവിടെയൊക്കെയോ സുരക്ഷിതമായിരിക്കുന്നു. അവിടെ തൊടാൻ പലർക്കും ഭയമാണ്. അവിടെ പറ്റി ഒരു അഭിപ്രായമില്ല. യുവരാജാവ് നാട് മുഴുവൻ നടക്കുന്നു, പപ്പടവട തിന്നുന്നു. അതിനപ്പുറത്തേക്ക് പത്രക്കാർക്ക് അത് മാത്രമാണ്, എത്ര പപ്പടവട തിന്നു യുവരാജാവ്. അല്ലെങ്കിൽ മാഡം എന്തെങ്കിലും ഇത്തരം വാർത്തകൾക്കപ്പുറത്തേക്ക് രാജാക്കന്മാർക്ക് പുറകിൽ മറഞ്ഞിരിക്കുന്ന റാണിമാരെ തൊടാൻ, റാണിമാരെ പറ്റി പറയാൻ ഭയമാണ്. ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളെ കണ്ടിട്ട് സ്വന്തം ഉടുതുണി പോലും വെട്ടിച്ചുരുക്കി
കഴിഞ്ഞ് അർദ്ധനഗ്നനായി നടന്ന ഗാന്ധിജിയുടെ പാരമ്പര്യം പേറുന്നവര്, ആ ഗാന്ധിജിയുടെ പേരെടുത്ത് ഉപയോഗിക്കുന്നവര്, ജവഹർലാൽ നെഹ്റുവിന്റെ പേരില്, ഇന്ദിരാഗാന്ധിയുടെ പേരില്, രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ശതകോടിക്കണക്കിന് ആസ്തിയുള്ള ട്രസ്റ്റ് എങ്ങനെ വ്യക്തിപരമായി കൈകാര്യം ചെയ്യുന്നു? ഈ ട്രസ്റ്റുകളിലേക്ക് എങ്ങനെ ഇത്രയധികം പണം വന്നു? നമ്മുടെ പത്രക്കാരെ അന്വേഷിക്കുന്നില്ല. സായിപ്പിനെ കണ്ട കവാത്ത് മറക്കും. സ്വിസ് ബാങ്കിലെ കള്ളപ്പണക്കാരുടെ പേര് നമുക്കിന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിട്ടും എന്തുകൊണ്ട് പരസ്യപ്പെടുത്തുന്നില്ല? പരസ്യപ്പെടുത്തിയാൽ പലർക്കും പലതും നഷ്ടപ്പെടാനുണ്ട്. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ ഇറങ്ങുന്നു വെച്ചാ കുടുംബ ചരച്ചാ മൊട്ടാന്ന് പറഞ്ഞവര്. കാരണം നമുക്ക് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതി അല്ലാതെ മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ ഇറങ്ങുന്നു. ചെയ്തവരാരായാലും അവരുടെ രാഷ്ട്രീയം എന്തായാലും അവരെയെല്ലാം ശിക്ഷിച്ചുകൊണ്ട് മാതൃക കാണിച്ചാലേ ഈ നാടിന് നാളെ ഒരു ഭാവിയുള്ളൂ. ഈ മുകൾ തട്ടിൽ കാണിക്കുന്ന അഴിമതി പടർന്നു പടർന്ന് താഴെ തട്ട് വരെ വന്ന് നമുക്കിന്നറിയാൻ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. നമ്മുടെ നാട്ടിൻ പുറത്ത് പോലും നമ്മൾ ചിന്തിക്കുക. നമ്മൾ തലപ്പത്ത് അഴിമതിയെ പറ്റി മാത്രമല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം ചിന്തിക്കുന്നത്. നേരെയാക്കി കൈയെടുത്തിട്ട് ഒരു മഴ പെയ്താൽ ഒലിച്ചു പോകുന്ന ഇവിടുത്തെ റോഡുകൾ ഞാൻ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? മുകളിലെ അഴിമതി തുടച്ചു നീക്കാതെ താഴെത്തട്ടിലേക്ക് നമുക്ക് സാധിക്കുമോ? എവിടെയൊന്ന് ചെന്നാലും ഒരു കടലാസ് കിട്ടണമെങ്കിൽ, ഒരു കടലാസ് നീങ്ങണമെങ്കിൽ ഇവിടുത്തെ പട്ടിണി പാവക്കാരൻ അനുഭവിക്കുന്ന ദുരിതങ്ങള് ഈ നാടിന്റെ ശാപമല്ലേ? പാവങ്ങളുടെ പേരിൽ സംസാരിക്കാൻ ആയിരങ്ങളുണ്ട്, ലക്ഷങ്ങളുണ്ട്. അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ ആളുണ്ട്, അവരെ ചൂഷണം ചെയ്യാൻ ആളുണ്ട്. പക്ഷെ അവന്റെ അവന്റെ ഒരു മറ്റേ പെൻഷന്റെ ഒരു പേപ്പർ ശരിയാക്കാൻ, നിസ്സാരമായി അവൻ എന്തെങ്കിലും ഒരു കാര്യം ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അവൻ കുമ്പിട്ടാ മാത്രം പോരാ, വഴിപാട് വെച്ച് കുമ്പിടേണ്ട ഒരു ദുരവസ്ഥ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഓരോ താഴെത്തട്ടിലും ആരുണ്ട് ശുദ്ധിയാക്കാൻ? അതിന് ശുദ്ധമായ കരങ്ങളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അണ്ണാ ഹസാരജിയുടെ ഒപ്പം നിൽക്കുക മാത്രമല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉദ്ദേശിക്കുന്നത്, സംഘപരിവാർ ഉദ്ദേശിക്കുന്നത്. അടി മുതൽ മുടി വരെ 2G 3G മാത്രമൊന്നല്ല, താഴെത്തട്ടില് 10 രൂപ മടിക്കുത്ത് തപ്പി വാങ്ങുന്ന സാധാരണക്കാരായ സാധാരണ താഴെത്തട്ടിലുള്ള ഓഫീസിൽ തുടങ്ങിയിട്ട് കോടികൾക്ക്, പൂജ്യങ്ങളുടെ എണ്ണത്തിന് അറിയാത്ത കോടികൾ വാങ്ങുന്ന മേലത്തട്ട് വരെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘവും പരിവാർ പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത്. അണ്ണാ ഹസാരെജിയുടെ, ബാബ രാംദേവ്ജിയുടെ സമരം അതിന്റെ തുടക്കമാണ്, ഒടുക്കമെന്ന്. ഒരു ജനലോക്പാൽ ബില്ല് കൊണ്ട് അവസാനിക്കുന്നതല്ല വിഷയം, നമുക്കറിയാം. പക്ഷെ അതിന്റെ തുടക്കം, ജനങ്ങളുടെ വിജയത്തിന്റെ തുടക്കം, ജനാധിപത്യത്തിന്റെ വിജയത്തിന്റെ തുടക്കം, അത് മാത്രമാണ് ജനലോക്പാൽ ബിൽ. നമുക്കറിയാം അടി മുതൽ മുടി വരെ ഇവിടെ ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഇറങ്ങിയേ മതിയാകൂ. വ്യക്തിശുദ്ധിയുള്ളവരുടെ കൈകളിലായിരിക്കണം രാഷ്ട്രീയം ചെല്ലേണ്ടത്. വ്യക്തിശുദ്ധിയുള്ളവരായിരിക്കണം രാഷ്ട്രത്തെ നയിക്കേണ്ടത്. നാണം കെട്ടും പണം നേടി എന്നാൽ നാണക്കേട് അപ്പണം തീർത്തുകൊള്ളും, ഇതല്ല ഭാരതത്തിന്റെ തത്വസംഹിത. നാണം കെട്ടും അധികാരം നേടി എന്നാൽ നാണക്കേടും ആ അധികാരം തീർക്കും, ഇതല്ല ഭാരതത്തിന്റെ തത്വസംഹിത. വ്യക്തിശുദ്ധിയുള്ളവർ ഇരിക്കണം. സത്യം പാലിക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തെ പോലും ഉപേക്ഷിച്ച രാജ ഹരിചന്ദ്രന്റെ മണ്ണാണിത്. സത്യത്തിന് പരമ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാട്, ധർമ്മത്തിന് പരമ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാട്. അതിലേക്ക് തിരിച്ചു പോകണം. ലോകം ഭാരതത്തിലേക്ക് നോക്കണം. സാധിക്കും നമുക്ക്. ഈ 6.5 പതിറ്റാണ്ട് പുരണ്ട കരി തുടച്ചു കളഞ്ഞാല് അവര് ഈ 6.5 പതിറ്റാണ്ടിലെ ഭരണകർത്താക്കൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള അഴിമതിയുടെയും ക്രിമിനലിസത്തിന്റെയും ഒക്കത്തിന്റെ പേക്കൂത്തുകളെ തുടച്ചു മാറ്റാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘവും പരിവാർ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ നിഷ്പക്ഷരായ ഈ നാടിനെ സ്നേഹിക്കുന്ന ജനതയും കൈകോർത്ത് പിടിച്ച് നടത്തുന്ന സമരം വിജയത്തിലെത്തും, യാതൊരു സംശയവും. നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കെതിരെ നടത്തിയ സമരത്തെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ബോഫോഴ്സിനെതിരെ നടത്തിയ സമരത്തെ പറ്റിയിട്ട് വിജയത്തിലെത്തും. തുനിഞ്ഞിറങ്ങിയാല് വിജയിച്ചല്ലാതെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇന്ന് വരെ ഒരു സമരത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാൻ ആലോചിച്ചു മാത്രമേ നമ്മൾ ഇറങ്ങൂ. 6.5 പതിറ്റാണ്ട് ക്ഷമിച്ചു. ഇവിടുത്തെ അഴിമതിയെ 6.5 പതിറ്റാണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം ക്ഷമിച്ചു. അടിയന്തരാവസ്ഥ കാലത്തും രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് തടയിട്ടപ്പോഴാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ചാടിയിറങ്ങിയത്. ഇവിടെ ഇന്ന് ഈ 6.5 പതിറ്റാണ്ട് കൊണ്ട് ഈ നാടിനെ അടിമുടി ബാധിച്ച ഈ അഴിമതിയെ തുടച്ചു നീക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘവും വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. അവിടെ അണ്ണാ ഹസാരെയുടെ ഒരു സമരത്തെ എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ, ബാബ രാംദേവ്ജിയുടെ സമരത്തെ എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ കോൺഗ്രസ്സുകാർ നോക്കി നമുക്കറിയാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമകളായി നമ്മൾ കഴിയുമ്പോൾ പോലും നമ്മുടെ സമരം തിരഞ്ഞെടുക്കാൻ നമുക്ക് അവകാശമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരന് മുന്നിൽ എത്ര വട്ടം ഗാന്ധിജി നിരാഹാര സമരം നടത്തിയിട്ടുണ്ട്?
ഒരിക്കൽ പോലും ഗാന്ധിജിയെ അടിച്ചോടിച്ചതായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ബ്രിട്ടീഷുകാരെ മുട്ടുകുത്തിക്കാൻ, ഈ നാട്ടിൽ നിന്ന് അവരുടെ ഭരണം ഇല്ലാതാക്കാൻ വ്യക്തമായി അവർക്കെതിരെ തന്നെ പലവട്ടവും ഗാന്ധിജി നിരാഹാര സമരം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉടമകളായ ബ്രിട്ടീഷ് സാമ്രാജ്യം അടിമകളായ ഈ രാഷ്ട്രത്തിന്റെ നേതൃത്വത്തെ അടിച്ചോടിച്ചിട്ടില്ല. ഗാന്ധിജിയുടെ സമരങ്ങളെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി കണ്ട് പലപ്പോഴും ചർച്ച നടത്താനും പല വിട്ടുവീഴ്ചകൾ ചെയ്യാനും ബ്രിട്ടീഷ് ഭരണകൂടം വരെ തയ്യാറായിട്ടുണ്ട് എന്നിരിക്കെയാണ് ബാബ രാംദേവ്ജിയെ രാംലീല മൈതാനത്ത് നിന്ന് അടിച്ചോടിക്കുവാൻ സോണിയ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ പ്രതിനിധികൾക്ക് സാധിച്ചത്. വസിഷ്ഠന് കീഴടങ്ങുന്ന ശ്രീരാമചന്ദ്രനെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഒരു സന്യാസി ശ്രേഷ്ഠനെ, പാരിനുള്ള അടിക്കല്ല് പാർത്തു കണ്ടറിഞ്ഞ ഭാരതത്തിലെ പൂർവ്വരാം ഋഷീശ്വരന്മാരുടെ ഇന്നത്തെ പരമ്പരയെ അടിച്ചോടിക്കാൻ സോണിയയ്ക്കോ കൂട്ടർക്കോ അല്പം പോലും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം ഇത് തങ്ങൾക്കെതിരെയാണ് വരുന്നത് എന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ഇതെന്നെന്നും രാഷ്ട്രം പൊതുമുതലാക്കി സ്വന്തമാക്കിയിട്ട്, പൊതുമുതൽ സ്വന്തമാക്കുക നമ്മൾ പലർക്കും പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രാഷ്ട്രം എന്ന പൊതുമുതലിനെ സ്വന്തമാക്കി അനുഭവിക്കാൻ മാത്രം കച്ചകെട്ടി ഇറങ്ങിയവര് സോണിയയും തന്നെ ഇറങ്ങിയതല്ല, ഇറക്കിയതാണ്. നമുക്കറിയാം, വ്യക്തമായ ഗൂഢാലോചന അതിന്റെ പിന്നിലുണ്ട്. ഇവിടെ ഇത്രയും കാലം കോൺഗ്രസ് കുപ്പായം വിട്ട് നടക്കുന്ന എത്ര ആളുകളുണ്ട്. ജനിച്ച മുതൽക്ക്, വാക്കുകൾ കൂട്ടിപ്പറയാനായ മുതൽക്ക് കോൺഗ്രസിന് ജിന്ദാബാദ് വിളിച്ച നേതാക്കൾ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടാകില്ലേ? ഇപ്പോഴും അല്പസ്വല്പമൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അനുഭവം പേര് ജീവിക്കുന്ന, ആ അഗ്നി ഉള്ളിൽ പേര് ജീവിക്കുന്ന ഒന്നോ അരയോ കോൺഗ്രസ്സുകാർ ഈ നാട്ടിലുണ്ടാകും. അങ്ങനെ കോൺഗ്രസിന് വേണ്ടി ജനിച്ച് കോൺഗ്രസിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ശതകോടികൾ ഈ നാട്ടിലുണ്ട് എന്ന് കോൺഗ്രസ് അഭിമാനിക്കുന്നുവെങ്കിൽ അണ്ണാ ഹസാരെയുടെ സമരത്തിന് എന്തുകൊണ്ട് തീരുമാനമെടുക്കാൻ വൈകി? പിന്നാപുരങ്ങളിൽ ചർച്ച പറയുന്നു, പലരും പറയുന്നു മേഡം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തീരുമാനമെടുക്കാൻ വൈകുന്നു. ഈ കോൺഗ്രസ് കുപ്പായം ജനിച്ചത് തൊട്ടിട്ട് ഒരു കോൺഗ്രസ്സുകാരനും ഇതിൽ അഭിപ്രായം പറയാൻ അവകാശമില്ലേ? മേഡത്തിനല്ലാതെ ഈ സമയത്ത് മേഡം ഇവിടെ ഇല്ലാത്ത അപ്രത്യക്ഷമായ ഈ വേളയില് പാകിസ്ഥാൻ എങ്ങാൻ ഇന്ത്യയെ ആക്രമിച്ചിരുന്നെങ്കിലോ നമ്മൾ എന്താ പറയാ? മേഡം വരട്ടെ, അതുവരെ നമ്മുടെ പട്ടാളക്കാർ ചത്തുപോയിക്കൊള്ളട്ടെ, നമ്മുടെ സ്ഥലം പിടിച്ചെടുത്തോട്ടെ, മേഡം വരട്ടെ. രാജ്യം പോയാലെന്ത്, നമുക്ക് മേഡം വരട്ടെ. തീരുമാനമെടുക്കണമെങ്കിൽ മേഡം വരട്ടെ. 115 കോടി ജനങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള അവകാശം ഒരു മേഡത്തിന് മുന്നിൽ തീരെഴുതിയിട്ടുണ്ടോ? നമ്മള് 115 കോടി ജനങ്ങളുടേതാണ് ഇന്ത്യ. പണ്ട് ബറുവ പറഞ്ഞ പോലെ ഇന്ത്യ എന്നാൽ ഇന്നലെയാണ്, ഇന്നലെ എന്നാൽ ഇന്ത്യയാണ് എന്നൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് മുഴക്കിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യ എന്നാൽ സോണിയയല്ല, ഇന്ത്യ ഇറ്റലിയുടെ അടിമയല്ല, ഇറ്റലിയുടെ കോളനി രാജ്യമല്ല. ഇന്ത്യക്ക് വേണ്ടി തീരുമാനമെടുക്കേണ്ടത് അവിടെയല്ല, ഇവിടുത്തെ 115 കോടി ജനങ്ങളാണ് ഇന്ത്യയുടെ തീരുമാനമെടുക്കേണ്ടത്. ഈ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ നാടിനെ ശുദ്ധിയാക്കാൻ അണ്ണാ ഹസാരെജിയെ പോലുള്ള ഒരു ഗാന്ധിയൻ സമരം നടത്തുമ്പോൾ എങ്ങനെ കഴിഞ്ഞു കോൺഗ്രസിന് തീരുമാനം നീട്ടിക്കൊണ്ടുപോകാൻ? പലരെയും അതിനിടയ്ക്ക് ആളാക്കാൻ നോക്കി. അതിനിടയ്ക്ക് പറഞ്ഞിട്ട് മറ്റേ രാഹുൽജി ജയിലിൽ നിന്ന് വിടാൻ പറഞ്ഞു. ജയിലിൽ അടയ്ക്കേണ്ടതും ജയിലിൽ നിന്ന് വിടേണ്ടതും ഒരു കോൺഗ്രസ് നേതാവാണ്. അതിനിവിടെ വ്യവസ്ഥാപിതമായ നിയമങ്ങളില്ല. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു, സമരം പ്രഖ്യാപിച്ച ദിവസം അതിരാവിലെ സമരം നടത്താൻ സമ്മതിക്കാതെ അണ്ണാ ഹസാരെജിയും കൂട്ടുകാരെയും അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്നതിന്റെ പേരിൽ വിട്ടയക്കാൻ പറ്റുന്നതാണോ ഇവിടുത്തെ വ്യവസ്ഥിതി? എനിക്കറിയില്ല, ഞാൻ നിയമം പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ പല കേസുകളുമായി ബന്ധപ്പെടുന്നവര്. ചിന്തിക്കാൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്നതുകൊണ്ട് റിമാൻഡ് ചെയ്തൊരു പ്രതിയെ വിട്ടയക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ പലരെയും വലുതാക്കാൻ നടക്കുന്നു. അഴിമതിയുടെ കൂത്തരങ്ങായി ഈ നാട് അധപ്പതിച്ചത് ഇത്തരം വ്യക്തി ആരാധനയുടെ പുറത്താണ്. ഈ വ്യക്തി ആരാധനയ്ക്ക് എന്ന് ഈ നാട് വഴിവെച്ചുവോ അപ്പൊ അല്ലെങ്കിൽ വഴങ്ങാൻ തുടങ്ങിയോ അന്ന് തൊട്ടാണ് ഇത്തരത്തിൽ പർവ്വതാകാരത്തിൽ വളരുന്ന പലരും ഒന്നുമല്ലാതെ എലി പർവ്വതമാകുന്നത് പോലെ എലിയെ അങ്ങ് കാറ്റ് ഊതി 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 പർവ്വതം പോലെയാക്കിയിട്ട് ഒരു കഴിവില്ലാത്ത ചുക്കുമല്ല ചുണ്ണാമ്പുമല്ലാത്തവരെ കീഴെ വിളിച്ച് 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 വലുതാക്കിയിട്ട് അവരുടെ വചനങ്ങൾക്ക് ദൈവവചനങ്ങളെ പോലെ തന്നെ വിശുദ്ധി കൊടുത്തുകൊണ്ട് അതിന് കാതോർത്ത് നിന്ന് അത് രാജ്യത്തെ നയിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ മണ്ണ് അഴിമതിയുടെ സ്വന്തം മണ്ണായി മാറിയത്. നമ്മെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള കണക്കുകൾ പുറത്തു വരാൻ തുടങ്ങിയത് ലോകത്ത് 200-ലധികം രാഷ്ട്രങ്ങളുണ്ട്. ഈ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെയുള്ള കള്ളപ്പണം മൊത്തം കൂട്ടിയാൽ ഇന്ത്യ ഒഴിച്ചുള്ള മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് സ്വിസ് ബാങ്കിലുള്ള കള്ളപ്പണം മൊത്തം കൂട്ടിയാൽ
അതിനേക്കാൾ ഉപരിയാണത്രേ ഭാരതത്തിന്റെ കള്ളപ്പണം. എന്നാലും നമുക്ക് ഒന്നാം സ്ഥാനം ഉണ്ടല്ലോ. കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ ഗോൾഡ് മെഡൽ നമ്മൾ അടിച്ചെടുത്തു. വിളിക്കട്ടെ കോൺഗ്രസിന് ഒരു കീ ജയ്. ലോകത്തെ മറ്റ് രാജ്യങ്ങളുടെ മൊത്തം കൂട്ടായ സംഭാവനയേക്കാൾ കൂടുതൽ കള്ളപ്പണം സ്വിസ് ബാങ്കിൽ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ഈ രാഷ്ട്രത്തെ ഇതുവരെയും ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമം ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടില്ല എന്നത് തീർച്ചയായും അവര് തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് എന്നുള്ളതാണ്. രാഷ്ട്രീയത്തെ പണസമ്പാദനത്തിന്റെ ഒരു ലക്ഷ്യമാക്കി ഇവിടെ മാറ്റിക്കഴിഞ്ഞു. പണസമ്പാദനത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തി. എങ്ങനെ ഇന്ന് കോൺഗ്രസിന് പറയാൻ കഴിയുമോ ഞങ്ങളുടെ സഖ്യകക്ഷികളാണ് അധർമ്മം ചെയ്യുന്നത്, അഴിമതി ചെയ്യുന്നതെങ്കിൽ ഈ സഖ്യകക്ഷികളെ വളർത്തത്തക്ക ഒരു സംവിധാനം ഇവിടെ എങ്ങനെയുണ്ടായി? ഒറ്റയാൾ പട്ടാളങ്ങളായി ഈർക്കിലി പാർട്ടികൾ ഇവിടെ ഉണ്ടായിട്ട് ദേശീയ പാർട്ടികളെ വരച്ച വരയിൽ നിർത്തിയിട്ട് ഏത്തപിടിക്കുന്ന ഒരു ദുരവസ്ഥ ഇവിടെ എങ്ങനെയുണ്ടായി? സംഘപരിവാർ പ്രസ്ഥാനങ്ങള്, അതിന്റെ രാഷ്ട്രീയ മുഖമായ ഭാരതീയ ജനതാ പാർട്ടി കാലങ്ങളായി പറയുന്നതല്ലേ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്തണം, ഈ 540 MP-മാരെ വെച്ച് കച്ചവടം നടത്തുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം, പകരം പ്രസിഡൻഷ്യൽ സമ്പ്രദായം തുടങ്ങണം, രാജ്യത്തിന്റെ ഭരണാധികാരിയും മുഴുവൻ ജനങ്ങളും വോട്ട് ചെയ്യുന്ന ആ സമ്പ്രദായത്തിലേക്ക് അമേരിക്കയിലൊക്കെ നിലനിൽക്കുന്ന പ്രസിഡൻഷ്യൽ സമ്പ്രദായം ഈ നാട്ടിൽ കൊണ്ടുവന്നാൽ ഇവിടെ ഈർക്കിലി പാർട്ടികൾ സൂകര പ്രസവം പോലെ പെറ്റുണ്ടാകില്ല. രാജാമാരും കനിമൊഴിമാരും ഒന്നും ശതക്കണക്കിന് കോടി അല്ലെങ്കിൽ പൂജ്യങ്ങളുടെ കണക്കറിയാത്ത കോടികളുമായി തീഹാർ ജയിലിലേക്ക് നീങ്ങില്ല. ഇത്തരത്തിലുള്ള പ്രാദേശിക കക്ഷികൾ അല്ലെങ്കിൽ ഒറ്റയാൾ പട്ടാളങ്ങളെ വരച്ച വരയിൽ അല്ലെങ്കിൽ അവര് തിരിച്ച് ദേശീയ കക്ഷികളെ വരച്ച വരയിൽ നിർത്തുന്നത് ഇങ്ങനൊരു സംവിധാനം ഉണ്ടായിട്ടാണ്. കേരളത്തിലെ ഭരണകൂടത്തിലേക്ക് നോക്കുക. ഇവിടെ ഒറ്റയാൾ പട്ടാളങ്ങളെ മറന്നുകൊണ്ട് ഇന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? അത് ഗണേഷ് കുമാർ ആകാം, ആരും ആകാം, ഒറ്റയാളാം. പക്ഷെ ഒരാള് കയ്യുപൊക്കിയിലേക്ക് ഭരണകൂടം താഴെ കിടന്നു. അതുകൊണ്ട് പറഞ്ഞിടത്ത് വിരല് വെച്ച് ഒപ്പിടിപ്പിക്കാൻ ഇവിടുത്തെ സഖ്യകക്ഷികൾക്കൊക്കെ സാധിക്കുന്നു. കേരളത്തിലും കഥകൾ വ്യത്യസ്തമല്ല. കേരളത്തിൽ നിന്ന് കോടിക്കണക്കിന് അഴിമതിയുടെ കഥകൾ പല പല പേരുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ ഇതിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ. ദേശീയ ബോധമുള്ളവരായിരിക്കണം രാഷ്ട്രീയ പാർട്ടികള്. അത് കൈകാര്യം ചെയ്യേണ്ടത് വ്യക്തിശുദ്ധിയുള്ളവരായിരിക്കണം. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ അടിത്തറ എവിടെയാണ്? ഇന്ത്യ ആര് ഭരിക്കണമെന്നല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം തീരുമാനിക്കുന്നത്. ഭരിക്കുന്നവരുടെ കൈകൾ ശുദ്ധമായിരിക്കണം. ആ കൈകൾ ശുദ്ധമാകാൻ നിത്യേന നടക്കുന്ന സംഘശാഖകളിലൂടെ ചാരിത്ര ശുദ്ധിയുള്ള പ്രവർത്തകരെ വളർത്തെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഈ നാടിന് RSS കണ്ണിലെ കരട. കാരണം വ്യക്തിശുദ്ധിയുള്ളവർ വളർന്നു വന്നാൽ കക്കാൻ പറ്റൂ? കക്കുന്നവർക്ക് നിലനിൽപ്പുണ്ടാവൂ? അവനെ ഓടിച്ചിട്ട് അടിക്കില്ലേ? അതുകൊണ്ട് സംഘപരിവാറിനെ പൊതുവായി വർഗീയതയുടെ തീവ്രവാദത്തിന്റെ നിറഞ്ഞമത്തി ഈ നാട്ടിൽ ഓടിച്ചേ പറ്റൂ. ധർമ്മമാണ് ഈ രാഷ്ട്രത്തിന്റെ മുഖമുദ്ര. അതിന്റെ തെളിവാണ് രാമരാഷ്ട്രം. പക്ഷെ രാമൻ എന്ന ശബ്ദം ഇവിടെ കേൾക്കാൻ പാടില്ല. രാമ ജന്മഭൂമി പാടില്ല, രാമസേതു പാടില്ല, പാഠപുസ്തകങ്ങളിൽ രാമൻ പാടില്ല, TV പരിപാടിയിൽ പോലും രാമൻ പാടില്ല. കാരണം എങ്ങാനും രാമനെ ആദർശ പുരുഷനാക്കിയിട്ട് ഭാരതീയർ നന്നാവാൻ തുടങ്ങിയാൽ ഈ ജിമാരൊക്കെ കൂടി എന്ത് ചെയ്യും? സോണിയാജി, രാജീവ് ജി, 2G 3G ഒക്കെ കൂടി എന്ത് ചെയ്യും? അതുകൊണ്ട് നമുക്ക് രാമനെ വേണ്ട, പകരം രാവണനെ മതി. പാഠപുസ്തകങ്ങളിൽ നിന്ന് സനാതന ധർമ്മത്തിന്റെ മൂല്യബോധത്തെ മുഴുവൻ പടിയടച്ച് പിള്ളം വെച്ചു. അവിടെ തൊട്ട് തുടങ്ങിയിട്ട് അഴിമതി അഴിമതി എന്നത് നിലവിളിച്ച അഴിമതി മൂല്യം. അഴിമതി നീക്കണമെങ്കിൽ തികച്ചും പോസിറ്റീവായിട്ടുള്ള ഭാവാത്മകമായ പരിപാടികളിലൂടെ മാത്രമേ അഴിമതിയെ തുടച്ചു നീക്കാൻ കഴിയൂ. അതിലേക്കാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇറങ്ങുന്നത്. ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. കേവലം ഒരു ജനലോക്പാൽ ബില്ലല്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘമോ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളോ കേവലം ഒരു ജനലോക്പാലിനെ ചുറ്റിയല്ല. അടി മുതൽ മുടി വരെ ഈ രാജ്യത്തെ ഗ്രസിച്ച അഴിമതിയെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രവർത്തനം. അഴിമതിക്കാരോട് ക്വിറ്റ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം. അഴിമതിക്കാർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല. മുദ്രാവാക്യങ്ങൾക്കപ്പുറത്ത് താഴെത്തട്ടിൽ ജനങ്ങൾ അഴിമതിക്കാരെ കണ്ടെത്തുകയും പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നൊരു വ്യവസ്ഥിതി ഇവിടെ വരും. അവിടെ മാത്രമേ നന്നാവുള്ളൂ. നമ്മൾ വാതിലടച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മളും അതിന് അവസാനം വിധേയകം എന്തേലും കൊടുത്താലേ കാര്യം നടക്കൂ. കൊടുക്കാത്ത മാറൂ എന്ന് പറയുമ്പോ ഇവനൊന്നും നന്നാവില്ല എന്ന് പ്രാവീട്ടാണെങ്കിലും കൊണ്ടു കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. അങ്ങനെ അഴിമതിക്കെതിരെ ഒരാൾക്കും ഒന്നും ശബ്ദിക്കാൻ കഴിയാത്ത, മാറി നിൽക്കാത്തൊരു വ്യവസ്ഥിതി ഇവിടെ വരുമ്പോൾ ഇറങ്ങണം നമ്മള്. താഴെത്തട്ടില് രാഷ്ട്രീയം മറന്ന് ബാക്കി എല്ലാ ഭേദഭാവങ്ങളും മറന്ന് ഈ രാജ്യത്തെ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളിയാകണം. അവിടെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആ പ്രവർത്തനത്തിന്, എങ്ങനെയാണോ അടിയന്തരാവസ്ഥക്കെതിരെ സംഘം നടത്തിയ സമരത്തിന് ജനമനസ്സുകളിൽ സ്ഥാനമുണ്ടായത്, രാഷ്ട്രീയം പറഞ്ഞ് എല്ലാവരും എത്തിയത്.
ജയിലടികൾക്കുള്ളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആകെ 1-2 പോലുള്ള ബാക്കിയുള്ളവർ പറഞ്ഞ മാതിരി വീട്ടിൽ അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ പോയ ഒരുപിടി ആളുകൾ, വിവിധ പ്രസ്ഥാനങ്ങളുടെ, കോൺഗ്രസ് ഒഴികെയുള്ള പ്രസ്ഥാനങ്ങളുടെ ആളുകള് ജയിലുകൾക്കുള്ളിൽ നിന്ന് അവര് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ: ഞങ്ങൾ വെളിയിൽ ഇറങ്ങുന്നില്ല, അത് കാക്കി ട്രൗസറിലേക്ക് ആയിരിക്കും ഇറങ്ങുക എന്ന ഉത്തമമായ ഒരു വിശ്വാസത്തോടു കൂടി. കാരണം അടിയന്തരാവസ്ഥക്കെതിരെ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ ജനങ്ങളെ സംഘടിപ്പിച്ചത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനം കണ്ടിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർ ജയിലിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയാൽ അത് ഗണവേഷത്തിലായിരിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തു വന്നത് നമ്മൾ മറന്നിട്ടില്ല. അപ്പൊ തീർച്ചയായും ഈ ജനലോത്പാദനത്തിന് ഒതുങ്ങുന്നതല്ല, താഴെത്തട്ടിലേക്ക് ഇത് മാറുന്നു. രാഷ്ട്രീയവും മറ്റെല്ലാ ഭേദഭാവങ്ങളും മറന്ന് ഈ ശുദ്ധീകരണ പ്രവർത്തനത്തില് മുഴുവൻ ജനങ്ങളും പങ്കാളികളാകണം. കാരണം ഇതിന്റെയൊക്കെ അഴിമതിയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത് ഞാനോ നിങ്ങളോ സാധാരണക്കാരനല്ല. ഗുണഫലം അനുഭവിക്കുന്നത് മുകളിൽ ഒരുപിടി ആളുകളാണ്. ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് നമ്മളാണ്. ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളാണ്. അവരുടെ പേരിൽ കണ്ണീരൊഴുക്കുന്നവര് അവരുടെ വോട്ട് മുടിക്ക് കുത്തിപ്പിടിച്ച് മേടിച്ചു പോയാൽ അവരുടെ ജീവന്റെ വിലയാണ് ഊറ്റിയെടുക്കുന്നതെന്ന സത്യം അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അപ്പൊ ഈ സമരത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഒറ്റയ്ക്കല്ല, അണ്ണാ ഹസാരെജി ഒറ്റയ്ക്കായിരുന്നില്ല. നമുക്കറിയാം ഭാരതത്തിലെ കോടിക്കണക്കിന് യുവാക്കൾ, അതാണ് നമുക്ക് ഏറ്റവും പ്രത്യാശ നൽകുന്ന കാര്യം. തീർച്ചയായും 85 കൊല്ലമായി രാഷ്ട്രീയ സ്വയംസേവക സംഘം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടായിട്ടുണ്ട്. വേരുകൾ ആഴത്തിൽ ഓടിയിട്ടുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെ പറ്റിയാലും ഇതിന്റെ വേരുകൾ ആഴത്തിൽ ഓടിയിട്ടില്ലായിരുന്നെങ്കിൽ വരില്ല നമ്മുടെ യുവാക്കള്, ലക്ഷക്കണക്കിന് യുവാക്കള് ഇന്റർനെറ്റിലൂടെയും മറ്റാധുനിക സോഷ്യൽ നെറ്റ്വർക്ക് സംവിധാനങ്ങളിലൂടെയും അണ്ണാ ഹസാരെജിക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട്, അതിനുപരിയായി ലക്ഷങ്ങൾ ഹസാരെജിക്ക് ജയ് വിളിച്ചുകൊണ്ട് രാംലീല മൈതാനത്തെത്തുമ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹസാരെജിക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് ഒന്നിനും ശ്രദ്ധയില്ല എന്ന് നമ്മൾ വിലപിക്കുന്ന യുവജനങ്ങളാണ് ഇറങ്ങിയത്. സ്വന്തം സുഖത്തെ പറ്റി മാത്രം ചിന്തിക്കുന്നവരാണ് യുവജനങ്ങളെന്ന് പ്രായമായവർ വിലപിക്കുമ്പോൾ, അതല്ല, ഞങ്ങൾക്ക് ഈ രാഷ്ട്രത്തോട് കൂറുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾ ഹസാരെജിക്കൊപ്പം നീങ്ങിയെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. അതിന് പുറകിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം കഴിഞ്ഞ 85 വർഷമായി ആഴത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങള്, അവര് പകർന്നു കൊടുത്തിട്ടുള്ള മൂല്യബോധം, അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് അണ്ണാ ഹസാരെജിക്കൊപ്പം ലക്ഷങ്ങൾ എത്തിയത്. നേരത്തെ ഇവിടെ പറഞ്ഞത് ശരിയാണ്, എത്തിയതിൽ മതഭേദം ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മെ വേദനിപ്പിച്ച ശബ്ദം ചില ഭാഗങ്ങളിൽ നമുക്ക് കേൾക്കേണ്ടി വന്നു. ഒറ്റയ്ക്കും തറ്റയ്ക്കും എല്ലാവരും എത്തി. പക്ഷേ കത്തോലിക്ക സഭ പരസ്യമായി നിർദ്ദേശം കൊടുത്തു ഈ സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളത്. അതിനുപരിയായി ഡൽഹിയിലെ ഇമാം ബുഖാരി, ഡൽഹിയിൽ നിന്ന് ഇമാമിന്റേതായ ഫത്വ വന്നു, അണ്ണാ ഹസാരെജിയുടെ സമരത്തിൽ മുസ്ലിങ്ങൾ ആരും പങ്കെടുക്കരുത്. കാരണം അവർ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നു, അവര് വന്ദേ മാതരം എന്ന് വിളിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ 6.5 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോ വന്ദേ മാതരം എന്നൊന്ന് ആർത്ത് വിളിക്കാൻ വേണ്ടി നെഞ്ചിൽ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയിട്ട് ഇന്നും മറക്കാത്ത ഓർമ്മകൾ പച്ചപിടിച്ചു നിൽക്കുന്ന ഭാരതത്തില് ഒരു മത നേതാവ് ഇത്തരത്തിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് നമുക്ക് വേദനയുണ്ട്. വന്ദേ മാതരമെന്നും ഭാരത് മാതാ കി ജയ് എന്നും വിളിച്ചുകൊണ്ട് ഇവിടുത്തെ യുവലക്ഷങ്ങൾ ഇറങ്ങിയെങ്കിൽ ഈ നാടിനോട് അവർക്കുള്ള കൂറാണ്. ആ ശബ്ദത്തെ അതിജീവിക്കാൻ ഇത്തരം ഒറ്റപ്പെട്ട ശബ്ദങ്ങൾക്ക് സാധിക്കില്ല. ജനലക്ഷങ്ങൾ ആർത്ത് വിളിച്ച് വന്ദേ മാതരമെന്നോ അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് എന്നോ വിളിക്കുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഒറ്റപ്പെട്ട് പോവുകയേ ഉള്ളൂ എന്ന് ഹസാരെജിയുടെ സമരത്തിന്റെ വിജയം നമ്മൾ കണ്ടു. അപ്പോ വന്ദേ മാതരം എന്ന് വിളിക്കാൻ, ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ ഈ മണ്ണിനെ വീണ്ടും പഠിപ്പിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘം. കാരണം ഈ നാടിന്, നമുക്ക് ഈ നാട് നന്നാകണമെന്ന് തോന്നുന്നത് ഇതിനോടൊരു കൂറുണ്ടാകുമ്പോ മാത്രം. ഇത് എന്റെ മണ്ണാണെന്ന് തോന്നുമ്പോഴാണ്, ഇത് എന്റെ അമ്മയാണെന്ന് തോന്നുമ്പോഴാണ്, ഇത് കേവലം ഒരു പിടി മണ്ണ് മാത്രമാണെന്ന് തോന്നിയാല്, എന്നെ പെറ്റുപോലൊരു മണ്ണോ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് മാത്രം തോന്നിയാൽ ഇതിനു വേണ്ടി ആർക്കും സമരം ചെയ്യണ്ട, എനിക്കും എന്ത് കിട്ടുന്നതാണ്. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ആര് 2G 3G എന്താന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോട്ടെ, അതിന്റെ ഒരു ഭാഗം നമുക്ക് കിട്ടുമോ, എന്നാ അവര് കൊണ്ടുപോയിക്കോട്ടെ എന്ന മനസ്സേ വളരുള്ളൂ. ആ മനസ്സിനപ്പുറം വളരണമെങ്കിൽ എന്റെ അമ്മയാണെന്ന് തോന്നണം. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുടിക്ക് കുത്തിപ്പിടിക്കുമ്പോ, തുണിക്ക് കുത്തിപ്പിടിക്കുമ്പോ ഒരു ശ്രീകൃഷ്ണ ഭഗവാനെ വേദനിക്കുള്ളൂ. പാഞ്ചാലിയുടെ മടിക്കുത്തിന് പിടിച്ചപ്പോ ശ്രീകൃഷ്ണ ഭഗവാനെ വേദനിച്ചു. വഴിയെ പോകുന്ന ഒരു സ്ത്രീയുടെ മടിക്കുത്തിന് പിടിക്കുമ്പോ നല്ല ദേശസ്നേഹമുള്ള അല്ലെങ്കിൽ ധാർമ്മിക ബോധമുള്ളവരെ വേദനിക്കൂ. പക്ഷെ പെറ്റ തള്ളയുടെ മടിക്കുത്തി പിടിച്ചാൽ ആർക്കും വേദനിക്കും. അവിടെ ആരുടെയും ആണത്ത്
ഉയരും. ആ ആണത്വമാണ് ഇവിടെ ഉയർന്നത്. ഇത് പെറ്റ തള്ളയാണ് ഈ നാടെന്ന് ചിന്തിക്കുന്നവന്, ഇതിന്റെ മുലപ്പാല് കുടിച്ചവനാണ് ഞാനെന്ന് ബോധമുള്ളവന് അവനെ തള്ളയുടെ മടിക്കുത്തി പിടിക്കുമ്പോ നോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭാരത് മാതാ കി ജയോ വന്ദേ മാതരമോ വിളിക്കുന്നു എന്നുള്ളത് ഒരു ആക്ഷേപമായി, അധിക്ഷേപമായി, അപമാനമായി, അപഹാസമായി കരുതുന്നവരുടെ ശബ്ദങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിന് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. അണ്ണാ ഹസാരെജിയുടെ നിരാഹാരമേ കഴിഞ്ഞുള്ളൂ. ആഹാരം കഴിക്കാൻ പാകമില്ലാത്ത ജനകോടികൾക്ക് വേണ്ടി ഹസാരെജിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും അദ്ദേഹത്തിന്റെ സാത്വികമായ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെ മതിച്ചുകൊണ്ട് ഈ സമരം രാഷ്ട്രീയ സ്വയം സേവക സംഘവും വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അടിമുതൽ മുടി വരെ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനവുമായിട്ട് ചെയ്യാൻ കഴിയുന്നത് മാത്രം പറയുകയും പറയുന്നതെല്ലാം ചെയ്യുകയും ചെയ്യുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം ഭഗവത്വത്തെ സാക്ഷി നിർത്തി പ്രണമിച്ച് ഈ അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട് രക്ഷപ്പെടാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ഇവിടുത്തെ ഓരോ രോഗകൂപങ്ങളിൽ നിന്നും അഴിമതി തുടച്ചു നീക്കാൻ പോകുന്നു. ഇനി ഇവിടുത്തെ പട്ടിണി പാവത്തിന്റെ പണം കൊണ്ട് ആരും സുഖിക്കില്ല. അങ്ങനെ സുഖിക്കുന്നവനെ പിടിച്ചു നിർത്താൻ, ജനകീയ വിചാരണ ചെയ്യാൻ, അവനെ രാഷ്ട്രീയത്തിന്റെ പിന്നാപ്പുറങ്ങളിലേക്ക് തട്ടിമാറ്റാൻ തക്കിയ ഒരു ജനശക്തി ഇവിടെ നിന്ന് ഉയർന്നു വരും. നിഷ്പക്ഷരുടെ ഭാവത്തിൽ രാഷ്ട്രീയം ഏതായാലും സംഘടന ഏതായാലും മുഴുവൻ സംഘടനയുടെയും ജനങ്ങൾ അല്ലെങ്കിൽ മുഴുവൻ ജനങ്ങളും സംഘടനയ്ക്ക് അതീതമായി സംഘടിച്ചുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ രാജ്യം വിപത്സന്ധികളിൽ പെട്ടപ്പോഴെല്ലാം അതിനെ മുന്നോട്ട് നയിക്കാനുള്ള ഇച്ഛാശക്തി ത്രാണി കാണിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനല്ലാതെ മറ്റാർക്കും ഇത്തരത്തിലൊരു സമരം ഏറ്റെടുത്ത് നടത്താൻ സാധിക്കില്ല. ബാബ രാംദേവ്ജിയെ തല്ലി ഓടിച്ച ആ ധാർഷ്ട്യത്തെ, അണ്ണാ ഹസാരെജിയെ അറസ്റ്റ് ചെയ്ത ആ ധിക്കാരത്തെ, ഇതിനൊരു മറുപടി കൊടുക്കാൻ ഇവിടുത്തെ വളർന്നു വരുന്ന തലമുറയ്ക്കാകില്ലേ? ആകുമെന്ന് സംഘവും വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളും വിശ്വസിക്കുന്നു. തീർച്ചയായും നമ്മുടെ ഒരുക്കം അതിനാണ്. ഈ ധാർഷ്ട്യത്തിന്, ഈ ധിക്കാരത്തിന് ഇതിനൊരു മറുപടി കൊടുക്കാൻ ഈ രാജ്യം വളർന്നേ മതിയാകൂ. ആരുടെയും തറവാട്ട് സ്വത്തല്ല ഭാരതം എന്ന് തെളിയിക്കണം. ആരുടെയും തറവാട്ട് സ്വത്തല്ല അവർക്കൊപ്പം നീങ്ങാൻ, അവരുടെ അകത്തളങ്ങളിൽ കൊണ്ടുവെക്കാൻ, അവരുടെ പേരിൽ ബാങ്കിലിടാൻ അവരുടെ തറവാട്ട് മുതലല്ല ഭാരതം. ഇവിടെ രാജ്യവാഴ്ച അവസാനിച്ചിരിക്കുന്നു. ജനാധിപത്യ ഭരണമാണ് ഇവിടെ നിൽക്കുന്നത്. രാജ്യവാഴ്ച അവസാനിച്ച രാജ്യം എന്ന നിലയിൽ ഇവിടെ രാജ്യവംശങ്ങൾ ആവശ്യമില്ല. ഈ നാടിന്റെ സ്ഥിരമായി അവകാശപ്പെടുന്ന രാജ്യവംശങ്ങള് അഴിമതിക്ക് കൂത്തരങ്ങാക്കി മാറ്റാൻ വിട്ടുകൊടുക്കുന്ന ഇത്തരം രാജ്യവംശങ്ങള് ഈ നാട്ടിന് ആവശ്യമില്ല. ഇവിടെ ചങ്കൂറ്റമുള്ള ഭരണകർത്താക്കൾ വളർന്നു വരണം. നാട് നീറുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവര്, തീരുമാനങ്ങൾ എടുക്കാൻ വല്ലോരും വരട്ടെ എന്ന് പറഞ്ഞ് ആരുടെയെങ്കിലൊക്കെ സാരിക്ക് പുറകിൽ തൂങ്ങി നിൽക്കുന്ന നാണം കുടുങ്ങികളായ ചാന്തുകൊട്ട് പരുവത്തിലുള്ള ഭരണകർത്താക്കളെ അല്ല ഭാരതത്തിന് ആവശ്യം. ചങ്കൂറ്റമുള്ള തീരുമാനമെടുക്കുന്ന ഭരണകർത്താക്കളെ സൃഷ്ടിക്കാൻ തുടങ്ങാൻ നമുക്ക് ഈ പടപ്പുറപ്പാണ്. ഒരിക്കലും തളരാത്ത അർജുനന്മാരായിട്ട് നമ്മോടൊപ്പം ഭഗവാൻ കൃഷ്ണനുണ്ട്. നമ്മുടെ കടമയുണ്ടെന്ന് നമ്മെ ബോധിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് നമ്മെ തട്ടി ഉണർത്തുന്ന ഭഗവാൻ നമ്മളെ ഈ തുടങ്ങുന്ന പടപ്പുറപ്പാടിൽ നമ്മുടെ പേരിലുണ്ട്. ആയുധമെടുക്കാത്ത ഭഗവാൻ നമ്മെ നയിക്കും. അഴിമതിക്കെതിരായ ഈ കുരുക്ഷേത്ര യുദ്ധത്തില് തളരരുത്. നമ്മള് മുന്നിൽ ആരായിക്കൊള്ളട്ടെ. അർജുനൻ തളർന്നത് മുന്നിലുള്ളവരെ നോക്കിയിട്ട. തളരിന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘം, വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങള് മുന്നിൽ ആരായാലും ഉറപ്പു നൽകുന്നു. മുന്നിലുള്ളവർ ആരുമാകാം. ഈ ഇരിക്കുന്ന പറയുന്ന ഞാനാകാം, നിങ്ങളിൽ ആരെങ്കിലും ആകാം, നമ്മളിൽ ആരുമാകാം. മുന്നിൽ ആരെന്ന് നോക്കാതെ, അധർമ്മിയെയും അഴിമതിയെയും സംഘടന നോക്കാതെ, അവരുടെ ഇസങ്ങൾ നോക്കാതെ, അവരുടെ മറ്റൊരു ബന്ധവും നോക്കാതെ അഴിമതിയെ അടിമുതൽ മുടി വരെ ശുദ്ധീകരിക്കാനുള്ള ദൗത്യമാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നത്. അർജുനന്മാരാകാം, തളരാത്ത അർജുനന്മാര്, ഗാന്ധീവം ഉയർത്തുന്ന അർജുനന്മാര്, കാത്തട്ടിൽ തളർത്തിയിടുന്ന അർജുനന്മാരല്ല. അമ്പൊടുങ്ങാത്ത യാവനാഴിയുടെ അർജുനന്മാര്. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, പറക്കുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000 തുടങ്ങി വെക്കാൻ നമുക്ക്. നമ്മൾ ഓരോരുത്തരും അതിന്റെ പ്രതിനിധികളാണ്, അർജുനന്റെ പ്രതിനിധികളാണ്. എടുക്കാൻ നമുക്ക് 50, 1, 10, 100, 1000 പെരുകട്ടെ. ഓരോ അഴിമതിക്കാരുടെയും മാറിനെ ലക്ഷ്യമാക്കി അമ്പുകൾ കുതിക്കട്ടെ. അവരുടെ തനിനിറം ഈ നാടിന് തുറന്നു കാണിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ. അഴിമതിക്കാര് സ്വയം ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഇല്ലാതാക്കാൻ ഉള്ള പ്രതിജ്ഞ നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം. താഴെ തട്ട് മുതലുള്ള ശുദ്ധീകരണ പ്രവർത്തനത്തിന്, അണ്ണാ ഹസാരെജിയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതോടൊപ്പം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തുടക്കം
കുറിക്കുന്നു. ഇനി അഴിമതി മുക്ത ഭാരതമാണ് നമ്മുടെ ലക്ഷ്യം. ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരംവൈഭവത്തിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും. നിത്യേന സംഘശാഖകളിൽ സ്വന്തം വലങ്കൈ മാറോട് ചേർത്ത് സ്വരാഷ്ട്രം എന്ന് ഉള്ളുരുകി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ രാഷ്ട്രത്തിന്റെ പരംവൈഭവത്തിന് തടസ്സമായി നിൽക്കുന്ന അഴിമതിയെ തുടച്ചു നിൽക്കാനും നമ്മുടെ ഈ വലങ്കൈകൾക്ക്, ഭഗവത് ധ്വജത്തിന് മുന്നിൽ പ്രണാമം നടത്തുന്ന ഈ വലങ്കൈകൾക്ക് ഈ അഴിമതിയെ തുടച്ചു നീക്കാനുള്ള ശക്തിയുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഈ പടപ്പുറപ്പാടിൽ ആത്മാർത്ഥമായി ധീരതയോടെ നമുക്ക് ഓരോരുത്തർക്കും പങ്കെടുക്കാം. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ജഗദീശ്വരന്മാരുടെ അനുഗ്രഹാശിസുകൾ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയം വരെയും നമുക്ക് ഈ രംഗത്ത് ഉറച്ചു നിൽക്കാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വന്ദേ മാതരം.